ഫസ്റ്റ് ഓൺ 24. തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചുവെന്ന ആരോപണത്തിൽ നിർണായക CCTV ദൃശ്യം 24 കിട്ടി. ഗുരുതരാവസ്ഥയിൽ രോഗി എത്തിയതിനു ശേഷം പുറത്ത് കാത്തു നിൽക്കുന്നതാണ് ഈ ദൃശ്യത്തിലുള്ളത്. വിളപ്പിൽശാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെതിരെയുള്ള ഗുരുതര അനാസ്ഥ ചികിത്സാ നിഷേധത്തിന്റെ വാർത്ത ഇന്നലെ ആദ്യം പുറത്തുവിടുന്നത് 24 ആണ്. അതിന് പിന്നാലെയാണ് ഈ കുടുംബം 24നോട് പങ്കുവച്ച കാര്യങ്ങൾ. അത് വിവിധങ്ങളായിട്ടുള്ള പിഴവുകൾ ആശുപത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിവെക്കുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങൾ, നിർണായക CCTV ദൃശ്യങ്ങളും ഇപ്പോൾ ലഭിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ ആശുപത്രിയുടെ മിക്ക ഹോസ്പിറ്റലുകളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ വരുന്ന ആളുകളുടെ വിഷമവും ബുദ്ധിമുട്ടൊന്നും അവർക്ക് അറിയേണ്ട കാര്യങ്ങളില്ല. നമ്മളിപ്പോൾ ഒരു സീരിയസ് ആയ രോഗിയുടെ അവിടെ ചെന്നാലും അവരുടെ പ്രൊസീജിയേഴ്സും അവരുടെ ഫോർമാലിറ്റീസും കഴിയാതെ അവർ ഒരു ട്രീറ്റ്മെന്റിലും കിടക്കില്ല. എല്ലാ ഡോക്ടേഴ്സിനെയും എല്ലാ നഴ്സുമാരെയും അങ്ങോട്ട് അടച്ച് ആക്ഷേപിക്കണില്ല കേട്ടോ. എത്രയോ നല്ലവരായ ഡോക്ടേഴ്സും നഴ്സുമാരും എന്റെ സുഹൃത്തുക്കളായിട്ട് തന്നെ ഉണ്ടെന്നറിയാമോ. അവർക്കൊക്കെ ഇതൊരു ചീത്തപ്പേര് തന്നെ ആയിരിക്കും കേട്ടോ. ഒരു പക്ഷേ ആ ഒരു മനുഷ്യന് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നൽകാൻ പറ്റിയിരുന്നെങ്കിൽ ആ ഒരു മനുഷ്യൻ ഇന്ന് ഈ ലോകത്തൊന്നും വിട പറഞ്ഞ് പോകില്ലായിരുന്നു. കുറച്ച് നാൾ മുന്നേ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു, സെയിം ഇഷ്യൂ തന്നെ. കോഴിക്കോട് തൃക്കരിപ്പൂർ എന്ന ഹോസ്പിറ്റലാണ് സംഭവം നടന്നിരിക്കുന്നത്. തന്റെ കുഞ്ഞിന് പനി കൂടിയ സമയത്ത് ആ ഫ്രണ്ട് കൗണ്ടറിൽ നിൽക്കുന്ന സ്റ്റാഫോട് ചോദിച്ചു കുത്തിവെക്കുന്ന സ്ഥലം എവിടെയാന്ന്. ആദ്യം പറഞ്ഞ് മുകളിലാണ്, പിന്നെ പറഞ്ഞ് താഴെയാണെന്ന്. തന്റെ കുഞ്ഞിന്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ആ ഒരു അമ്മ ഇടുന്ന ലാപ്ടോപ്പ് എടുത്ത് എറിയുന്ന രംഗാട്ട് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മിക്ക ഹോസ്പിറ്റലുകളും ഇതേ അവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ നല്ല ആളുകൾ ഇല്ലാന്നല്ല കേട്ടോ, കുറെ അധികം നല്ല ആളുകൾ ഉണ്ട് താനും. പക്ഷെ ഇതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജീവനക്കാർക്കും കൊലക്കുറ്റത്തിന് കേസെടുക്കും ചെയ്യണം കേട്ടോ.